നമസ്കാരം. ഞാൻ ഡോക്ടർ ശ്രുതി പണ്ഡിത്. എൻ്റെ മനസ്സിൽ തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളെല്ലാവരും പല അവസ്ഥകളിലൂടെയായിരിക്കും കടന്നു പോകുന്നല്ലേ. സന്തോഷമായിരിക്കും, സങ്കടമായിരിക്കും, നിരാശയായിരിക്കും അല്ലേ. എന്നിരുന്നാലും ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കാണാം. കാരണം എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിതിൽ പറയുന്നത്. അത് കേട്ടിട്ട് ആർക്കെങ്കിലും ഒരു പോസിറ്റീവ് വൈബ്സ് അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമായിരിക്കും. കുറച്ച് ദിവസമായിട്ട് നമ്മൾ വാർത്തകളിലൊക്കെ ഭയങ്കര എന്താ പറയണ്ടേ, നമ്മുടെ മനസ്സിനെ പേടിപ്പിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഭയങ്കര ദുഃഖകരമായ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. 5ഉം 6ഉം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞു കുട്ടികൾ ആത്മഹത്യ ചെയ്യാണ്, പ്രശസ്തനായ സിനിമാ നടൻ ആത്മഹത്യ ചെയ്യാണ്. അങ്ങനെ പല പല വാർത്തകൾ നമ്മൾ കേൾക്കുകയാണല്ലേ. എന്തിനായിരിക്കും ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്? ആ കുഞ്ഞു കുട്ടികൾ എന്തിനായിരിക്കും ചെയ്തിട്ടുണ്ടാവല്ലേ അല്ലേ. ജീവിതം മതി, ഇനി വേണ്ടാന്ന് അത്ര ഒരു വലിയ തീരുമാനം എടുക്കാൻ എന്തായിരിക്കും കാരണം ഉണ്ടായിട്ടുണ്ടാവില്ല. അവരെ പാരൻസിനോട് ഇപ്പൊ ചോദിച്ചാലോ അവർക്കറിയാം, അവർക്കും അറിയില്ലായിരിക്കും. എന്തിനാണ് ചിരിച്ചു കളിച്ച് നടന്ന ആ കുട്ടികള് പെട്ടെന്ന് ഇല്ല. പുറമെ നിന്ന് നോക്കുന്ന നമുക്ക് എല്ലാം എളുപ്പമാണല്ലേ അല്ലേ, എല്ലാം എളുപ്പമാണ്. പക്ഷെ സത്യത്തിൽ നമുക്കൊന്നും വി ഡോണ്ട് നോ എനിത്തിങ്. ഫ്രീ ആയ അഡ്വൈസ് കൊടുക്കാനും കമന്റ്സ് പറയാനും എല്ലാം നമുക്ക് പറ്റും. പക്ഷെ അത് സ്വന്തം അനുഭവത്തിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു ഫീലിംഗ്, അങ്ങനെയുള്ള ഫീലിങ്സ് ഒന്നും, അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയൊന്നും ആർക്കും വരരുത് അല്ലേ. അപ്പൊ ഇനി നമ്മൾ കുട്ടികളെയൊക്കെ വളർത്തുമ്പോഴും എല്ലാവരും അഡ്വൈസ് കൊടുക്കുമ്പോഴൊക്കെ ആ രീതിയിലായിരിക്കണം. കാരണം സ്ട്രോങ് ആയിരിക്കണം അവർ, എന്താ പറയണ്ടേ, മനസ്സിൽ സ്ട്രോങ് ആയിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു അഡ്വൈസ് ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. നമ്മുടെ ബന്ധുക്കള്, ഫ്രണ്ട്സ്, എന്തിനു വീട്ടിലുള്ള ആളുകൾ പോലും ഹാപ്പി ആയിട്ടാണോ ഉള്ളതെന്ന് നമുക്കറിയാം ഇല്ല അല്ലെ. ഒരു തലവേദനയോ അല്ല കാലുവേദനയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഓക്കെ. പക്ഷെ അവർ ഹാപ്പി ആണെന്ന് നമുക്ക് എങ്ങനെ അറിയാം? ഇല്ല അല്ലെ. ഒരു കാര്യമുണ്ട്, നമ്മള് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതാണ് വെച്ചാ, നമുക്ക് ദുഃഖം ഉണ്ടെങ്കിൽ നമ്മൾ പറയണം. നമ്മുടെ വീട്ടില് അല്ല നമ്മുടെ ഫ്രണ്ട്സിനായിരിക്കെങ്കിൽ ദുഃഖം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യമുണ്ട്. നമ്മൾ ജനിക്കുന്നത്, നമ്മുടെ ജനനം ഓക്കെ, അത് നമ്മൾ അറിഞ്ഞിട്ടാണോ? നമുക്ക് എപ്പോഴാണ് നമ്മൾ ജനിക്കുന്നത് അതൊന്നും നമ്മൾ അറിയുന്നില്ല അല്ലേ. അതുപോലെ തന്നെ മരണം അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. കാരണം അത് നമ്മുടെ നമ്മുടെ ആ ഒരു ഇതുകൊണ്ട് നടക്കേണ്ട ഒരു സംഭവം അല്ല അല്ലേ. നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ലൈഫ് അത് ഇല്ലാതാക്കാൻ, അത് തീർക്കാനുള്ള ആ ഒരു അവകാശം നമുക്കില്ലെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. നമ്മൾ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കണം, സ്ട്രോങ് ആയിരിക്കണം അല്ലേ.
എന്നതാക്കാൻ വേണ്ടി ശ്രമിക്കണം. ഒരു കുഞ്ഞു നന്മയെങ്കിലും ചെയ്യണം അല്ലേ? ഒരു ചിരിയാണെങ്കിൽ പോലും അതുപോലും ഒരു നന്മയാണ്. കാരണം നമ്മൾ ഡെയിലി നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നമ്മൾ അറിയാതെ ഒരാളോട് ഒന്ന് ചിരിച്ചു നോക്കും, ഭയങ്കര ഡിഫറൻസ് ഉണ്ടാക്കും. നമ്മളിലും ഒരു പോസിറ്റീവ് വൈബ് ഇത് കൊണ്ടുവരും, ആ ചിരി കിട്ടുന്ന ആളിലും ഒരു പോസിറ്റീവ് വൈബ് കൊണ്ടുവരും. ഇപ്പോ മാസ്ക് ഒക്കെ ഇട്ടിട്ട് ചിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ നമ്മളെ കണ്ണ്, നമ്മൾ ചിരിക്കുകയാണെങ്കിൽ കണ്ണ് പറയുമല്ലോ അല്ലേ? അപ്പം മാസ്ക് ഇട്ടാലും നമുക്ക് ചിരിക്കാം. ചിരിക്കാം, എല്ലാവരോടും ചിരിക്കാം, എപ്പോഴും ചിരിക്കാം. ഓക്കെ. പിന്നെ നമ്മളെ ഈ പ്രസന്റിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ രാത്രി എല്ലാം കഴിഞ്ഞ് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മളെ മനസ്സ് ഒരു ഭാരവും ഇല്ലാതെ ഉറങ്ങാൻ പറ്റണം. അതാണ് ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. നമുക്ക് എന്ത് ദുഃഖം ഉണ്ടായാലും സങ്കടം ഉണ്ടായാലും എന്ത് പ്രശ്നമാണെങ്കിലും നമ്മളെ സ്നേഹിക്കുന്നവരോട്, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയണ്ടേ, നമ്മുടെ ഉന്നമനം, അതായത് നമ്മൾ ഉയർച്ച കാണാൻ ആഗ്രഹിക്കുന്ന ആള്, അതായത് നമ്മളെ പാരൻസോ ഫ്രണ്ട്സോ നമ്മുടെ സഹോദരങ്ങൾ, ടീച്ചേഴ്സ്, ആരായിക്കോട്ടെ, നമ്മൾ പറയുന്നത് കേൾക്കുന്ന വിശ്വാസമുള്ളവരോട് പറയുക, തുറന്ന് പറയുക. നിങ്ങൾ എല്ലാ ഭാരവും ഇറക്കി വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലോ നമ്മുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും എന്തെങ്കിലും നമ്മളോട് പറയാനുണ്ടെങ്കിൽ കേൾക്കുക. നമ്മൾ പറയുക, നമ്മൾ കേൾക്കുക. ഈ രണ്ട് കാര്യം, ഇതിനു വേണ്ടി സമയം നമ്മൾ കണ്ടെത്തണം. ഇപ്പൊ ഈ കൊറോണയ്ക്ക് വന്ന് ലോക്ക്ഡൌൺ ആയപ്പോൾ നമുക്ക് മനസ്സിലായല്ലേ, ജീവിതത്തിൽ മാറ്റി വെക്കാൻ പറ്റുന്ന തിരക്കുകൾ മാത്രമേ നമുക്കുള്ളൂ എന്നല്ലേ. എല്ലാ കാര്യവും നമ്മൾ ആരും ബിസി അല്ല അല്ലേ, നമ്മൾ എല്ലാം എപ്പോഴും പ്രിയോറിറ്റീസ് ആണ്. അത് ഇതിനേക്കാളും വലുത്. അപ്പൊ അതിന് സമയം കൊടുക്കാം, അപ്പൊ ഇതിന് സമയമില്ല. അങ്ങനെയാണ്, അല്ലാതെ ബിസി ആവുന്നതല്ല, നമ്മൾ ആക്കുന്നതാണല്ലേ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കേൾക്കുക, പറയുന്നത് കേൾക്കുക, നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഭാരമില്ലാത്തൊരു മനസ്സായിട്ട് എല്ലാവർക്കും ഉറങ്ങാൻ പറ്റട്ടെ അല്ലേ. പിന്നെ ഉള്ളത് ഫ്യൂച്ചറാണ്. അത് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ലോക്ക്ഡൌൺ ആയിട്ട് നമ്മൾ ഈ വീട്ടിലിരിക്കുന്നു? എന്തൊക്കെ പ്ലാൻസ് ഉണ്ടാവും? കറങ്ങാൻ പോണം, കല്യാണം ആഘോഷമായി നടത്തണം, കുട്ടികളുടെ ബർത്ത്ഡേ നടത്തണം, എന്തൊക്കെ പ്ലാൻസ് ഉണ്ടായിട്ട് ആളുകൾക്ക്. ഒരു വൈറസ് കാരണം നമ്മളെല്ലാവരും ലോക്ക്ഡൌൺ ആയില്ലേ. അപ്പോൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒരു അൺസേർട്ടൈൻ ആണ്, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ്. അപ്പൊ അത് വിട്ടേക്ക്. കാരണം ഫ്യൂച്ചർ എന്ന് വിചാരിച്ച് നമ്മൾ പോട്ടെ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ പ്രയത്നിക്കണം, ഇന്ന് നാളേക്ക് വേണ്ടി ഇന്ന് പ്രയത്നിക്കണം. പക്ഷെ നമ്മൾ അത് ആലോചിച്ച് ഉൾക്കണ്ട. അയ്യോ ഇങ്ങനെ ആയാൽ നാളെ എന്താവും, നാളെ എന്ത് ചെയ്യും, നാളെ ഞാൻ ചത്തുപോകും, അങ്ങനെ നമ്മൾ ആലോചിക്കാൻ പാടില്ല, ആലോചിച്ച് വറി ചെയ്യാൻ പാടില്ല. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. സോ എന്ത് പറയണ്ടേ, നമ്മൾ പാസ്റ്റിനെ കുറിച്ച് റിഗ്രറ്റ് ചെയ്യരുത്. പ്രസന്റ് നമ്മൾ